ഇതില് ഇന്ന് വിളിച്ച യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച സർക്കാർ പ്രതിനിധികളായിട്ടുള്ള ഗതാഗത വകുപ്പ് സെക്രട്ടറിയും കമ്മീഷണറും മുന്നോട്ട് വെച്ചത് ഡോക്ടർ കെ രവിരാമൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങളായിരുന്നു. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ₹1 എന്നുള്ളത് ₹2 മാറാനും തുടർന്നുണ്ടാകുന്ന മറ്റ് വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് മാറ്റങ്ങൾ വരുത്തി 100% വർധനവ് എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ബസ് ഓണേഴ്സ് മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു ആവശ്യമായിരുന്നില്ല. ബസ് ഓണേഴ്സ് ജസ്റ്റിസ് എം രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് വെച്ചാൽ എം രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് മിനിമം ഫെയർ ₹5 മാറണം. വേണ്ടി വന്നാൽ APL BPL വിഭാഗങ്ങൾക്ക് 2ആയി തിരിച്ച് കൺസെഷൻ മാറ്റി നൽകണം എന്നുൾപ്പെടെയുള്ള ചില വാദമുഖങ്ങളാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ബസ് ഓണേഴ്സ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള രവിരാമൻ കമ്മിറ്റി പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം നമുക്ക് ആ ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു വിഷയം, ഈ ₹1 എന്നുള്ളത് ഒഫീഷ്യലായി നിലനിൽക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള കൺസെഷൻ തുകയാണെങ്കിലും സംസ്ഥാനത്ത് അനൌദ്യോഗികമായി വ്യത്യസ്ത ഫെയറുകൾ വ്യത്യസ്ത ജില്ലകളിൽ പല രൂപങ്ങളിലായി വാങ്ങുന്നുണ്ട്. ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഡീസൽ തുകയും മറ്റ് തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1 നിന്ന് 2, 2 നിന്ന് 5 ഒക്കെ ആയിട്ടുള്ള ബസ് കൺസെഷനാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് അനൌദ്യോഗികമായി. ഇതൊക്കെ ഞങ്ങൾ ആ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ യാത്രാ കളക്ഷൻ, വിദ്യാർത്ഥികളോട് അവർ പെരുമാറുന്നത്, വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ ആ നിലയിൽ പരിഗണിക്കാമെന്ന് പറയുമ്പോഴും ബസ് ഓണേഴ്സ് പൂർണ്ണമായും അതിനെ തള്ളിക്കൊണ്ട് രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് മുന്നേ സംസാരിച്ച കേസ് നിലപാട് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസം എന്നുള്ളത്, കേസ് പ്രതിനിധി പറഞ്ഞത് വിദ്യാർത്ഥികൾ കയറുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, അങ്ങനെ ഒരു നഷ്ടം ഈ പറഞ്ഞ ബസ് മുതലാളിമാർക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ രവിരാമൻ കമ്മിറ്റി തന്നെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാരണം, അവിടെ അവരുടെ പ്രൈസ് ഹൈക്കിന്റെ ഭാഗമായി അവർ പറയുന്ന എമൗണ്ട് ഇന്നിപ്പോ സംസ്ഥാനത്ത് ബസ് ഓണേഴ്സ് വാങ്ങി തന്നെ നിൽക്കുകയാണ്. അപ്പൊ അത് വാങ്ങിക്കൊണ്ട് അവര് ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും ഈ സർക്കാർ കൊടുക്കുന്ന ഈ കൺസെഷനുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം തന്നെ അവർക്ക് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ, ഈ കൺസെഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങൾക്കും ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇതൊരു ഔദാര്യമാണെന്നുള്ള ഒരു പൊതുപ്രതീതി ഒരു വിദ്യാർത്ഥി സംഘടന ഒരിക്കലും അഭിപ്രായപ്പെട്ടുകൂടാ. അതിനൊരു നഷ്ടം വരുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായപ്പെട്ടുകൂടാ. അങ്ങനെ ഒരു നഷ്ടം ഇല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. മറിച്ച് അവരുടെ ആവശ്യം പൂർണ്ണമായും ₹5 എത്തിക്കാനും APL BPL പോലെ വിദ്യാർത്ഥികളെ 2ആയി തരംതിരിക്കാനുള്ള രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ബസ് ഓണേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ മേഖല നിലനിൽക്കണമെന്ന അഭിപ്രായം SFIക്കുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾ മുന്നോട്ട് വെച്ചത് നിങ്ങൾ രവിരാമൻ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി തള്ളുന്നു എന്നല്ല, മറിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വിദ്യാർത്ഥികളെ 2ാം നിര യാത്രക്കാരായി കാണാതെ നല്ല നിലയിലൊരു സുഗമമായ യാത്രയും നല്ല നിലയിലുള്ള ഒരു അംഗീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ കാര്യങ്ങൾ മാറുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചർച്ചയാവാം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇനിയൊരു ചർച്ചയിൽ ഒരു സമവായത്തിൽ എത്തുകയല്ലേ വേണ്ടത്. കാരണം ഒരു അനിശ്ചിതകാല സമരത്തിലേക്കൊക്കെ ഇവർ പോവുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിനെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ആളുകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അതെ, കേരളത്തിൽ മലബാർ മേഖലയിൽ പൂർണ്ണമായും 6187 KSRTC ബസ്സുകളാണ് ഇപ്പോൾ നേരത്തിൽ ഓടുന്നതാണ് ഒരു ഔദ്യോഗികമായ കണക്ക്. അതിന് പുറമെ അതിന്റെ 2 ഇരട്ടിയിലധികമായി വരും നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ സ്വകാര്യ ബസ്സുകൾ. ആ സ്വകാര്യ ബസ്സുകൾ കൂടുതലും മലബാർ മേഖലയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളെയാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരേ ഒരു പോംവഴി സ്വകാര്യ ബസ്സുകൾ തന്നെയാണ്. അതിനെ ഞങ്ങൾ ആ നിലയിൽ തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ സ്വകാര്യ ബസ്സുകൾ ഈ ഇൻഡസ്ട്രി, ഈ ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികളിലേക്ക് ഇത് അടിച്ചെഴുതിച്ചത് കൊണ്ട് മാത്രം മാറ്റമാവില്ല എന്നുള്ളതാണ്. അതിന് മറ്റ് വഴികൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ചർച്ചയിലേക്ക് എത്തുകയാണ് നമ്മൾ വേണ്ടത്. ഏകപക്ഷീയമായി ഒരു വലിയ രാമചന്ദ്രൻ കമ്മിറ്റി പറയുന്നത് പോലെ ₹1 നിന്ന് ₹5 വഴി ഉണ്ടാവുക ഇപ്പൊ നിലനിൽക്കുന്ന അനൌദ്യോഗികപരമായിട്ടുള്ള ഫെയർ, ആ ഫെയറിൽ ഈ പറഞ്ഞ വർധനവ് വരികയാണ് ചെയ്യുക. അപ്പൊ അത് ക്രമാതീതമായിട്ടുള്ള നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കൺസെഷൻ മെത്തേഡായി മാറും. അതുകൊണ്ട് തന്നെ അതിനോട് യോജിപ്പില്ല. അതൊരു ക്രിയാത്മകമായി ശാസ്ത്രീയപരമായി ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന വിധത്തിലും പൊതുവിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഈ മേഖല നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കും
യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറണം എന്ന് തന്നെയാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്. ഉടനടി ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വയബിൾ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.